പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നേ ദിവസം പരിപൂർണമായും തമ്പുരാന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും, എല്ലാ ചിന്തകളെയും, എല്ലാ ആഗ്രഹങ്ങളെയും പരിപൂർണമായ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കൂടുതലായി ധ്യാനിക്കുന്ന, വിചിന്തനം ചെയ്യുന്ന വചനം നാഹൂം 1:7 കർത്താവ് നല്ലവനാണ്, കഷ്ടകാലത്ത് നമ്മുടെ അഭയസ്ഥാനമാണ്, തന്നിൽ ആശ്രയിക്കുന്നവനെ അവൻ പരിപാലിക്കുന്നു. കർത്താവ് നല്ലവനാണെന്നും നമ്മുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലുമൊക്കെ ഉള്ള അഭയസ്ഥാനമാണ് എന്നും തന്നെ ആശ്രയിക്കുന്നവരെ അവൻ പരിപാലിക്കുന്നുവെന്നും വചനം നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നു. സ്വർഗസ്വനായ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ഇന്ന് നിന്റെ സന്നിധിയിലായിരിക്കുന്നു. ഇന്ന് രാവിലെ എന്നെ ഉണർത്തിയതിനും ജീവശ്വാസത്തിനും അനന്തമായ സ്നേഹത്തിനും നന്ദി. ഈശോയെ, എൻ്റെ ദിവസം ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ നയിക്കണമേ, എന്നെ പരിപൂർണമായി നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തെ സമാധാനവും ജ്ഞാനവും കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ ഞാൻ കർത്താവ് നല്ലവനാണ് എന്നും സങ്കട സമയത്തും സന്തോഷത്തിൻ്റെ സമയത്തും എല്ലാ സമയത്തും എൻ്റെ അഭയസ്ഥാനമാണ് കർത്താവ് ഏറ്റു പറയുവാനും തന്നെ ആശ്രയിക്കുന്നവരെല്ലാം പരിപാലിക്കുന്ന ദൈവത്തിൽ പരിപൂർണമായി ആശ്രമിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. ഈ വചനത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രത്യേകമായി ധ്യാനിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം മാറ്റമില്ലാത്തതാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 3 വാക്യം. ഞാൻ നിങ്ങളെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചു, ഞാൻ നിങ്ങളെ അചഞ്ചലമായ ദയ കൊണ്ട് ആകർഷിച്ചു. അവിടുത്തെ സ്നേഹം മാറ്റമില്ലാത്തതാണ് എന്ന് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം മാറ്റമില്ലാത്തതാണ്, നിത്യതയിലുള്ള സ്നേഹമാണ്, നിത്യമായ സ്നേഹമാണ്. നമ്മുടെ പലരുടെയും സ്നേഹമൊക്കെ ചിലപ്പോഴൊക്കെ ഉറഞ്ഞു പോകാറുണ്ടല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരാതിരിക്കുമ്പോൾ, അല്ലെ അവരാഗ്രഹിക്കുന്നത് പോലെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അല്ലെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം കാര്യലാഭത്തിനു വേണ്ടിയൊക്കെ ആണ് പലപ്പോഴും പല സ്നേഹങ്ങളും നിലനിൽക്കുക. പക്ഷെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് അവിടുത്തെ സ്നേഹം നിത്യമാണ്, അചഞ്ചലമാണ്. അചഞ്ചലമായ ദയ കൊണ്ട് ആകർഷിച്ചാണ് അവിടുത്തെ നിത്യമായ സ്നേഹം നിലനിൽക്കുന്നത്. നമ്മുടെ സ്നേഹത്തിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഭാവമാണ് ദയ. സ്വാർത്ഥതയല്ല, ദയയോട് ചേർന്നുള്ള സഹതാപവുമല്ല ഉപദേശിക്കുക. ദയുണ്ടാവണം, അചഞ്ചലമായ ദയയോട് ചേർന്നുള്ള. അപ്പം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ച് ആദരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ സമയത്ത് കൂടുതൽ ദൈവാനുഗ്രഹത്താൽ നിറയുവാനും, പ്രത്യേകിച്ച് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 3 വാക്യത്തിൻ്റെ അഭിഷേകം എന്നിലും ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലും ഞാൻ കടന്നു ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും നിത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി, നിന്റെ നിത്യമായ സ്നേഹം നിത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി വചനത്തിൻ്റെ അഭിഷേകം എനിക്കും ഞാനായിരിക്കുന്നിടത്തും കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും ലോകം മുഴുവനിലേക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
യെശയ്യാ പുസ്തകം 41 അധ്യായം 10 വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് ഇതിലും വലിയൊരു വചനം നമുക്ക് ആവശ്യമില്ലല്ലോ. പരമദിവ്യകാരുണ്യമേ, നിന്റെ പരിപാലനയെ പ്രത്യേകമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ 41 അധ്യായം 10 വാക്യത്തിലൂടെ നൽകിയ വചനാഭിഷേകം പരിപൂർണമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ പരിപൂർണമായി ഉണ്ടാകുന്നതിന് വേണ്ടി പരിപൂർണമായി ഞാൻ വിട്ടുകൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവായ ഈശോയെ, ദിവികാരുണ്യനാഥ, പലപ്പോഴും ഞങ്ങൾക്ക് ഭയമാണ്. പല കാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് ഭയം മൂലമാണ്. മറ്റുള്ളവരെന്ത് പറയുമെന്നുള്ളൊരു ഭയം, മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നുള്ളൊരു ഭയം, ഒത്തിരി ഭയങ്ങളാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പോലും ഞങ്ങൾക്ക് ഭയമാണ്. കാരണം അത് കഴിവില്ലാത്തവൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോവുകയും. കർത്താവെ, നിന്റെ സന്നിധിയിൽ ക്ഷമയോടുകൂടെ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും, ദൈവമേ, നീ ഞങ്ങളെ പരിപാലിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ വ്യക്തിത്വങ്ങളെ പരിപാലിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങൾക്ക് ശക്തി ആവശ്യമാണ്. ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകം, യെശയ്യാ പ്രവാചന പുസ്തകം 41 അധ്യായം 10 വാക്യത്തിൻ്റെ അഭിഷേകം ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിൽ, എന്നിൽ, ഈ ലോകം മുഴുവനിലും നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 91:4 ദൈവമാണെൻ്റെ സംരക്ഷകനെന്ന് സങ്കീർത്തകൻ ഏറ്റുചൊല്ലുന്നുണ്ട്. അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മൂടും, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ അഭയം കണ്ടെത്തും. അവിടുത്തെ നമുക്ക് നൽകുന്ന സംരക്ഷണം തൂവല് പോലെയാണ്. പക്ഷേ അത് മറ്റുള്ള ശത്രുവിന് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന ലഘുവായ ഒരു തൂവല് പോലെയാണെന്നുള്ളതല്ല, മറിച്ച് സംരക്ഷണം നൽകുമ്പോഴും നമുക്ക് മുറിവേൽക്കാതെ അവിടുന്ന് കാത്തു സൂക്ഷിക്കുന്നു നമ്മളെ. അതാണ് ദൈവത്തിൻ്റെ സംരക്ഷണമെന്ന് സങ്കീർത്തകൻ ഏറ്റുപറയുന്നത്. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മൂടും. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ തൂവലുകൾക്കുള്ളിൽ, ചെറുകൾക്കിടയിൽ സ്നേഹത്തോടെ ശത്രുവിൻ്റെ അപകടങ്ങളിൽ തന്നെ കാത്ത് സംരക്ഷിക്കുന്നില്ലേ? ആ കുഞ്ഞുങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെയാണ്. അതുപോലെയാണ് ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത്. അവിടുത്തെ നീതിയുണ്ട്. അവിടുത്തെ നീതിയിൽ അല്ല നമ്മളെ സംരക്ഷിക്കുക, മറിച്ച് സ്നേഹത്തോടെ, ദയയോടെ, കാരുണ്യത്തോടെയാണ്. അതാണ് ഈ തൂവൽ എന്ന് പറയുക. ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് അങ്ങനെയാണ്, കരുതലോടെയാണ്, ദയയോടെയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകനും പറയുന്നത്, ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് തൂവലുകൾ കൊണ്ടെന്ന പോലെയാണ് അനുഭവപ്പെടുക. പക്ഷേ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ കീഴിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ കഴുകന് കൊണ്ടുപോകാൻ സാധിക്കില്ലാത്തതുപോലെ തമ്പുരാൻ്റെ ഈ ദയയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സംരക്ഷണത്തിലായിരിക്കുന്ന ഒരാത്മാവിനെയും തിന്മയുടെ ശക്തിക്ക് തൊടുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. കർത്താവേ, ഈ സങ്കീർത്തനം 91:4 അഭിഷേകം ഇന്നേ ദിവസം പരിപൂർണമായി എനിക്ക് നൽകണമേ എന്നും, എൻ്റെ ജീവിതത്തിൽ ഇന്നേ ദിവസം കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും, എല്ലാ സ്ഥലങ്ങളിലും, ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലും, ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളിലും പരിപൂർണമായി സംരക്ഷണത്തിൻ്റെ അഭിഷേക വചനം നിറയുന്നതിന് കാരണമായി തീരട്ടെ. ലോകം മുഴുവനിലും ഈ അഭിഷേകം ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ദിവികാരുണ്യനാഥ, നിന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, നിന്നോടുള്ള വലിയ സ്നേഹത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ധാരാളം മക്കൾ ഇന്ന് ലോകത്തിലുണ്ട്. അവരെല്ലാം പരിപൂർണമായി ദിനത്തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിപൂർണമായി ചിന്തിക്കാം. ഇന്നത്തെ ദിവസത്തെ ചിന്ത മുഴുവനായിരിക്കട്ടെ. ഇന്ന് എൻ്റെ വഴിയിൽ എന്തു വന്നാലും ഈശോയുടെ കൈകളിൽ ഞാൻ സുരക്ഷിതനാണ്. അവൻ്റെ സ്നേഹം എന്നെ ചുറ്റിപ്പറ്റിയുണ്ട്. അവൻ്റെ കരുതൽ എന്നെ നിലനിർത്തുന്നുണ്ട്. അവൻ്റെ സംരക്ഷണം പരിപൂർണമായി എന്നെ സംരക്ഷിക്കുന്നു. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല.
ഇന്നത്തെ യാത്രയിൽ മുഴുവൻ, എൻ്റെ വഴികളിൽ മുഴുവൻ ദൈവം എന്നെ സുരക്ഷിതനായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മെ സ്നേഹത്തോടെ ചെറുകൾക്കിടയിൽ കാത്തു സൂക്ഷിക്കുന്ന ആ നാഥൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ചെറുകൾക്കുള്ളിൽ തൂവലുകൾക്കുള്ളിൽ നമുക്ക് ശാന്തമായി ശ്രമിക്കാം. ഒരേ സമയം സമാധാനം കൊണ്ട്, ശാന്തി കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അവിടെ നിന്ന് നിറയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞാൻ നിന്നിൽ പരിപൂർണമായി ആശ്രയിക്കുന്നു. എന്നെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി. നിന്റെ ദയയ്ക്കും കാരുണ്യത്തിനും നന്ദി. ഇന്നും എപ്പോഴും എൻ്റെ സങ്കേതമായിരിക്കണമേ. എല്ലാ നിമിഷത്തിലും എന്നോടൊപ്പം നടക്കണമേ. മറ്റുള്ളവർക്കൊരു വെളിച്ചമാകുവാൻ എന്നെ സഹായിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ച നന്മകളെ ഓർത്ത്, അതിന് അനുവദിച്ചതിനെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. ഇന്നേ ദിവസവും പരിപൂർണമായി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ദിവസത്തിന് നന്ദി ഞാൻ പറയുന്നു. നിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിനും നിത്യമായ സ്നേഹത്തിനും നിൻ്റെ നിരന്തരമായ സംരക്ഷണത്തിനും നിൻ്റെ ദിവ്യ മാർഗനിർദ്ദേശത്തിനും നന്ദി. ഈ ദിവസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിൻ്റെ സമാധാനത്തിൽ നിലനിൽക്കട്ടെ. ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരോടും നിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് എന്നെ അനുവദിക്കണമേ. കർത്താവേ, നിൻ്റെ വലിയ സ്നേഹത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ചിന്തകളും മേലും കരുണയായിരിക്കണമേ. പരീക്ഷകളിലായിരിക്കുന്ന മക്കളെയും, പരീക്ഷയിൽ വിജയം കാത്തിരിക്കുന്ന മക്കളെയും, ജോലിക്ക് വേണ്ടി അലയുന്ന വ്യക്തികളെയും, കുടുംബം പോറ്റാൻ വേണ്ടി നിരന്തരം അധ്വാനിക്കുന്ന മക്കളെയും, വലിയ വലിയ സ്വപ്നങ്ങളായി ജീവിക്കുന്നവരെ എല്ലാവരെയും ഈശോയെ സമർപ്പിക്കുന്നു. അവർക്കെല്ലാം നിൻ്റെ ചെറുകിൻ്റെ കീഴിൽ സംരക്ഷണം നൽകണമേ. നിന്നിൽ ആശ്രയിക്കുന്നവരെ നീ പരിപാലിക്കുമെന്നുള്ള വലിയ വചനത്തിൻ്റെ അഭിഷേകത്താൽ ജെറമ്യ പ്രവാചന പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യത്തിൻ്റെ അഭിഷേകത്താലും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10 അഭിഷേകത്താലും, സങ്കീർത്തനം 91:4 അഭിഷേകത്താലും പരിപൂർണമായി ഇന്നേ ദിവസം ഏറ്റവും സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.